ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് ഒരുക്ക ധ്യാനത്തിൻ്റെ 21-ാം ദിനത്തിലേക്ക് അമ്മയുടെ കരങ്ങൾ പിടിച്ച് പ്രാർത്ഥനാപൂർവ്വം നാം പ്രവേശിക്കുകയാണ്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന വചനം ഒരു നിമിഷം നമുക്ക് ഓർമ്മിക്കാം. ഇനി 9 ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. നാം ഇന്ന് 20-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 9 ദിനങ്ങൾ ഒരു പ്രത്യേകമായിട്ടൊരുങ്ങണം. നൊവേന പ്രാർത്ഥന എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നൊവേന എന്നാൽ പ്രെയർ ഫോർ 9 days എന്നാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക തീരുമാനങ്ങളെടുത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ ഇടവക ദേവാലയത്തിലോ എവിടെയെങ്കിലുമോ അല്ലെങ്കിൽ നിത്യാരാധന ചാപ്പലിലോ പോയി അരമണിക്കൂറെങ്കിലും ആരാധിക്കുന്നത് നല്ലതാണ്. അരമണിക്കൂർ ആരാധിക്കുമ്പോൾ ദണ്ഡവിമോചനവും കിട്ടും. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടവക ദേവാലയത്തിൽ ഇങ്ങനെ പ്രഭാതത്തിലൊരു ആരാധന ക്രമീകരിക്കുന്നു ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തിപരമായിട്ട് സ്നേഹത്തോടെ പറയുന്നു, എൻ്റെ ദൈവം എല്ലാ ദിവസവും വൈകുന്നേരം അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് 1 മണിക്കൂർ ആരാധിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് വേണ്ടി ഒരുക്കും. അതെന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളിൽ പലർക്കും ആരാധിക്കാനുള്ള അവസരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കൂടി ആരാധിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കണം. ഈ 20-ാം അധ്യായത്തിൽ പൗലോസ് എൻ്റെ 3-ാം പ്രേക്ഷിതയാത്രയാണ് 19-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കണ്ടത്. അവിടെ അവസാനം പൗലോസിനെ ശില്പവേലക്കാരുടെ പ്രതിമാ നിർമ്മാണക്കാരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവർ ബഹളമുണ്ടാക്കുകയും അവസാനം നഗരാധികാരി പൗലോസിനെ രക്ഷിക്കുകയും ചെയ്ത സംഭവമാണ് വായിച്ചു കേട്ടത്. നമ്മൾ ഈ 20-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പൗലോസിനെ നയിച്ചത്, ചില സ്ഥലങ്ങളിലേക്ക് പോകേണ്ട എന്ന് പറഞ്ഞു. ഉദാഹരണം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:6 ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പിന്തിരിച്ചു. പക്ഷേ പിന്നീട് പൗലോസ് എഫേസൂസിലും അന്ത്യോക്യയിലും പോകുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചതാണ്. അത് രണ്ടും ഏഷ്യയിലാണ്. ഞാനിവിടെ ഒരു ആത്മീയ രഹസ്യം എന്നെ കേൾക്കുന്ന നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവിനോട് മാത്രം ആലോചന ചോദിച്ച് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം പൂർത്തിയാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ രഹസ്യങ്ങൾ ഒരിക്കലും സാത്താന് പിടികിട്ടുകയില്ല. അതേസമയത്ത് നിങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടി ഒരു കൗൺസിലിംഗ് ഗിഫ്റ്റുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് ഒരു ചില കാര്യങ്ങൾ പങ്കുവെച്ച് തീരുമാനമെടുത്ത് അത് എങ്ങനെയെങ്കിലും അത് സാത്താനെ തിരിച്ചറിയാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്കൊരു പ്രചോദനം കിട്ടി, അത് ആവശ്യമില്ലാതെ ബാക്കിയുള്ള പലരോടും പങ്കുവെച്ച് നടന്ന് അത് സാത്താൻ അറിയും. പക്ഷേ പരിശുദ്ധാത്മാവിനോട് മാത്രം ആലോചന ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ആ തീരുമാനത്തിനെതിരെ ടോർപ്പിഡോ വയ്ക്കാനായിട്ട് സാത്താൻ ഒരിക്കലും കഴിയുകയില്ല. കാരണം നമ്മുടെ അന്തർഗതങ്ങൾ ആത്മാവ് അറിയുന്നത് പരിശുദ്ധാത്മാവിന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. 1 കൊരിന്തോസ് 2:9-10 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും, നമുക്ക് ചില കാര്യങ്ങൾ നടക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോട് നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പെട്ടെന്ന് ഈ വചനം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചത് ഉത്കണ്ഠകൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ വചനം കേൾക്കുന്ന കൂട്ടത്തിലുണ്ടാകും. പക്ഷേ പ്രോപ്പർ ടൈമിൽ ഇടപെടുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ഈ 20-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൗലോസിന് ഈ നാളുകളിൽ തൻ്റെ ശുശ്രൂഷാ മേഖലകളിലുണ്ടായ തകർച്ചകളും പീഡനങ്ങളും ക്ലേശങ്ങളുമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതാണെങ്കിൽ പോലും ഒരു ആത്മീയ കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് നിറയാൻ ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഈ സഹനങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ ആ സഹനങ്ങൾ പൂർത്തിയാക്കാനുള്ള ശക്തിയും ദൈവം തരുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് ദൈവത്തിലേക്ക് കുറച്ചും കൂടി ചേരാൻ വേണ്ടിയിട്ടാണ്. 2 കൊരിന്തോസ് 1:9 മാത്രമല്ല, ഞങ്ങൾ
മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ? അപ്പോൾ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന ചില സഹനങ്ങൾ. എന്നെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു പുസ്തകമാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയത്. ഒരുപക്ഷെ ചില ജയിലിൽ വെച്ച് ബന്ധനകാലത്ത് എഴുതിയതായതുകൊണ്ടാകാം എന്നെ സ്പർശിച്ചത്. ഞാനതിൽ ഏതാനും വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുകയാണ്. ഫിലിപ്പി 1:12. സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അടുത്തത്. മറ്റൊരു സന്ദർഭത്തിൽ ഞാനിത് പറഞ്ഞതാണ്. സാരമില്ല, കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഫിലിപ്പി 1:28. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത്. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. 29 നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഫിലിപ്പി 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഫിലിപ്പി 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഈ ഫിലിപ്പി ലേഖനത്തിൽ 14 പ്രാവശ്യം റിജോയ്സ് എന്ന് പറയുന്നുണ്ട്. സന്തോഷിക്കുക. കാലിൽ ചങ്ങല കിടക്കുമ്പോഴും അതിൻ്റെ മുറിവും നീറ്റലും വരുമ്പോഴും പൗലോസ് ആനന്ദിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ആന്തരിക സന്തോഷമാണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. സഹനങ്ങളുടെ സമർപ്പണമാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ഏറ്റവും എളുപ്പവഴിയെന്ന് നമ്മൾ ഇവിടെ തിരിച്ചറിയണം. ഇനി 20-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ത്രോവോസിനോട് വിട എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ പൗലോസ് വചനം കേട്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് പോയി വചനം പങ്കുവെക്കുകയാണ്. കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൗത്തിക്കോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ ഉറക്കം തൂങ്ങി താഴേക്ക്, നമുക്കൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ വീഴുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, അവന് ജീവനുണ്ട്. യഥാർത്ഥത്തിൽ അവൻ മരിച്ചിരുന്നു. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കുവാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹാം എന്നുള്ള വാക്ക് അവിടെയല്ല, അവൻ വിചാരിച്ചു. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിലൂടെ ഈ ഒരു വിശ്വാസം കിട്ടുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാലും ആ പ്രശ്നങ്ങൾക്കിടയിലും ഇപ്പോൾ നമ്മൾ വായിച്ചതുപോലെ 4:7 വായിച്ചതുപോലെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കും. ഓർക്കുക, ആ സമാധാനമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭാരങ്ങളുമായിട്ട് പോകുന്നവരുണ്ടെങ്കിൽ നിൻ്റെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കുന്നതിനേക്കാൾ, നിൻ്റെ ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ ശ്രദ്ധിക്കുന്നതിനേക്കാൾ നിൻ്റെ ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. 13-ാമത്തെ വാക്യത്തിൽ ആ യാത്ര തുടർന്ന് പൗലോസ് പോവുകയാണ് ചെയ്യുന്നത്. ആസോസിലേക്ക് കപ്പൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. 16-ാമത്തെ വാക്യത്തിൽ പൗലോസിൻ്റെ ആഗ്രഹം എന്താണ്? പെന്തക്കുസ്താ ദിനത്തിൽ ജെറുസലേമിൽ എത്തിച്ചേരാൻ അവന് തിടുക്കമായിരുന്നു. അവൻ ജെറുസലേമിലാണ് തുടങ്ങിയത്, വീണ്ടും ജെറുസലേമിൽ എത്തുകയാണ്. നമ്മളും ഈ പെന്തക്കുസ്താ ദിനത്തിൽ നമുക്കും ജെറുസലേമിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയണം. വെളിപാട് 21-ാം അധ്യായത്തിൽ നമ്മൾ പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. 4-ാമത്തെ വാക്യം 21:4. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നിൽക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മകനെ മകളെ, നിൻ്റെ മിഴികളിൽ നിന്നും പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ കണ്ണുനീർ തുടച്ചു നിൽക്കുകയാണ്. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള ഒരു പുതിയ അനുഭവത്തിലേക്ക്, കണ്ണുനീർ തുടച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, അങ്ങയുടെ വെളിവിൻ്റെ കതിരുകൾ സ്വർഗത്തിൽ നിന്നും അയക്കണമേ എന്നുള്ള ആദ്യ ദിനം പറഞ്ഞ പ്രാർത്ഥനകൾ നമുക്കും തുടരാം. പ്രിയപ്പെട്ടവരെയും, നമുക്ക് ചെറിയ ചെറിയ ഉൾപ്രേരണകൾ പരിശുദ്ധാത്മാവ് തരുമ്പോൾ ആ ഉൾപ്രേരണകളോട് ഒരിക്കലും അവഗണന കാണിക്കരുത്. ഈ ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ചില ഉൾപ്രേരണകൾ നിങ്ങൾക്ക് തരും. ആത്മാവിൽ പ്രേരിതനായിട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ചിലർക്ക് വചനം വായിക്കാനായിട്ടായിരിക്കാം, ചിലപ്പോൾ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനായിട്ടായിരിക്കാം, കരങ്ങൾ വിരിച്ചു പിടിച്ച് ജപമാല ചെല്ലാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേദനിപ്പിച്ച വ്യക്തിയെ അനുഗ്രഹിക്കാനായിരിക്കാം. ചിലപ്പോഴൊക്കെ നമുക്ക് അതിനൊന്നും കഴിയില്ല. ചിലപ്പോഴൊക്കെ
ക്ഷമിച്ചെങ്കിലും മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ പരിശുദ്ധാത്മാവ് തരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ നീ തിരിച്ച് പറയരുത്. ഇന്ന് രാത്രി മദ്യപിച്ച് വന്ന് നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ, നിന്നെ പ്രൊവോക്ക് ചെയ്യുന്ന വാക്കുകൾ പറയും. അപ്പോൾ നീ ശാന്തമായി ഇന്ന സ്ഥലത്തേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കണം. പരിശുദ്ധാത്മാവിനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പിന്നെ കൂടുതൽ കൂടുതൽ ഉൾക്കാഴ്ചകൾ നമ്മളിൽ വിശ്വാസമാകും. നമ്മളത് ഓർക്കണം. ഇനി 20-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 37 വരെയുള്ള വാക്യത്തിൽ നമ്മൾ പൗലോസ് ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തി ഏഷ്യയിലുണ്ടായ സഹനങ്ങളൊക്കെ വിശദീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 22-ാമത്തെ വാക്യത്തിൽ ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നുവെന്ന് പൗലോസ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവിടെ കാരാഗൃഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നത്. എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തന്നത്. ഞാനത് ഒരു അനുഭവത്തോടു കൂടി ഈ ഒരു ഭാഗം വായിച്ചപ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. കാരണം എന്താണ്? പൗലോസ് ഇത്രമാത്രം തീഷ്ണതയോടെ ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്തിട്ട് കാരാഗൃഹവും പീഡനങ്ങളും ഒക്കെയാണ് ഉണ്ടായത് എന്ന് ഇനി വരുന്ന അധ്യായങ്ങളിലൊക്കെ അത് കൂടുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. 24-ാം വാക്യത്തിൽ എന്താണ്? എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. അതാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി, മരണത്തിലേക്കുള്ള വിളിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നെക്കുറിച്ച് ഏറ്റവും കുറച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെക്കുറിച്ച് ആകുലപ്പെടുകയും ചെയ്യുന്ന മനസ്സ്. ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ കോൾ ടു ഡൈ. വലിയ സഹനങ്ങളില്ലാതെ അത്യാവശ്യം പ്രാർത്ഥനയുമായി ആത്മീയജീവിതം വേണമെങ്കിൽ നയിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഇന്നർ ജോയ് ഒരിക്കലും കിട്ടുകയില്ല. ഇത് കുടുംബജീവിതത്തിലും സമർപ്പിത ജീവിതത്തിലുമുണ്ട്. ദൈവവിളി സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതത്തെ അപകടപ്പെടുത്തുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവവിളി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ അപകടപ്പെടുത്തുകയാണ്. 25-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇനിയൊരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധന്മാരെല്ലാം ഇങ്ങനെയുള്ള ചില ഉപേക്ഷകളോ ചില കാര്യങ്ങളുടെയൊക്കെ ഉപേക്ഷകൾ നടത്തിയവരാണ്. മദർ തെരേസയുടെ ചെറുപ്പത്തിലെ പേര് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ആഗ്നസ് എന്നായിരുന്നു. വീട് വിട്ടിറങ്ങിയിട്ട് പിന്നെ അമ്മയെ കണ്ടിട്ടില്ല. അന്ന് ട്രെയിനിൽ വെച്ച് ബൈ ബൈ പറഞ്ഞതാണ്. പിന്നെ അമ്മയെ ഒരിക്കലും കണ്ടിട്ടില്ല. പോകാൻ അവസരം കിട്ടി, പക്ഷേ ആ വീസ തിരിച്ചു കിട്ടുകയില്ല എന്നറിഞ്ഞ് കൽക്കട്ടയിലെ തെരുവുകളിൽ തൻ്റെ അമ്മ മരണത്തിന് തൊട്ടു മുൻപ് മകളെ കാണാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴാണ് വീസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്. പക്ഷെ തിരിച്ച് കൽക്കത്തയിലേക്ക് പോകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകുന്നില്ല, അമ്മയല്ല പ്രധാനമെന്ന് പറഞ്ഞ്. ഫാദർ ഡാമിയൻ ഹാവായ് ദ്വീപിൽ ഒറ്റയ്ക്കാണ്. അമ്മ മരിച്ചപ്പോഴും കുഷ്ഠരോഗിയോടൊപ്പമാണ് കുർബാന ചെയ്തത്. അമ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഫൗസ്റ്റീനായുടെ പ്രൊഫഷന് ആരുമില്ലായിരുന്നു. ഫൗസ്റ്റീന പറഞ്ഞത് എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരു വട്ട് അല്ലെങ്കിൽ ഒരു നല്ല ആത്മീയത അല്ല എന്നൊക്കെ കുറച്ച് പേര് പറയുമായിരിക്കും. പക്ഷേ പൗലോസിൻ്റെ ഉള്ളിലെ ആ ഊത്തി നിങ്ങൾ 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വൈദികരോടും സമർപ്പിതരോടും മാത്രമല്ല, എല്ലാവരോടും പറയുന്നു, കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എന്നിട്ട് അടുത്ത വാക്യം എന്താണെന്നറിയാമോ? എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. സഭയിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡനങ്ങളിൽ നിന്നും സഭയെ രക്ഷിക്കാനായിട്ട് നമ്മളും പ്രാർത്ഥിക്കണം. സീറോ മലബാർ സഭയുടെ റംസാ പ്രാർത്ഥനയുടെ അവസാനം ഒരു സഹായ പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിൻ്റെ അജഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ ഞങ്ങളെ ഉപദ്രവിക്കാതെ തൊഴുത്തിൽ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനത് എല്ലാ ദിവസവും നമ്മൾ പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന സമർപ്പിതരൊക്കെ ഇത് ചൊല്ലണം. ഈ പ്രാർത്ഥന നിർബന്ധമില്ലാത്തതാണ്, പക്ഷെ ചൊല്ലണം. കാരണം എന്താണ്? ഈ ചെന്നായ്ക്കൾ ഇങ്ങനെ തൊഴുത്തിൻമുറ്റത്ത് വസിക്കുന്ന നമ്മളെ ഇല്ലാതാക്കുമ്പോൾ ഉറങ്ങാത്ത കാവൽക്കാരനായിട്ട് കർത്താവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നീട് 32-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുർബാനയിൽ ഓരോരുത്തരും
ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ ഓർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ചില ദിവസങ്ങൾ ഓർക്കുന്നില്ലെങ്കിലും ഒരു പൊതു നിയോഗം ആദ്യം വെച്ചതുകൊണ്ട് തീർച്ചയായിട്ടും അത് കർത്താവ് കേൾക്കും. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവസാനം പൗലോസ് 36 വചനം വരുമ്പോൾ സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. പിന്നെ മുട്ടുകുത്തി എല്ലാവരുടെയും കൂടി പ്രാർത്ഥിച്ചു. അവരെല്ലാവരും കരഞ്ഞുകൊണ്ട് പൗലോസിനെ ആലിംഗനം ചെയ്യുകയാണ്. ഇനിയൊരിക്കലും കാണാൻ പോലും ആവില്ല എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് ഇന്ന് ഈ അധ്യായത്തിൻ്റെ ധ്യാനം അവിടെ അവസാനിപ്പിക്കുമ്പോൾ പതുക്കെ പൗലോസിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ആർക്കെന്നെ വേർപെടുത്താൻ കഴിയും? ക്ലേശമോ ദുരിതമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാടോ? റോമ 8:35 നമ്മൾ വായിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ആ പരസ്പര സ്നേഹം നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് പരിശുദ്ധാത്മാവിൻ്റെ ഈ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഹൃദയം മുഴുവൻ സ്നേഹമായി മാറാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം സ്വർഗത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയാണ്. പരിശുദ്ധാത്മാവിലൂടെ ഈ സ്നേഹം നിറഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ ഒരിക്കലും പോകാൻ സാധിക്കുകയില്ല. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു. ഇത് ഒരു രാജകീയ നിയമമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ഒരു അവസാനം കൺക്ലൂഷൻ ഇതാണ്: പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒന്നാം ചിന്തയിൽ സ്നേഹം നിറയും. നമ്മൾ രണ്ടാം ചിന്തയിൽ സ്നേഹിക്കുന്നവരാണ്. അത് വിശദീകരിക്കാനായിട്ട് സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരാൾ അവിടെ മുറിവേറ്റ് കിടക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് വണ്ടി വിട്ടുപോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അത് രണ്ടാം ചിന്തയിലെ സ്നേഹമാണ്. ഒന്നാം ചിന്ത എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഈ സ്നേഹം കടന്നു വരികയാണ്. ഒരാൾ വേദനിപ്പിക്കുമ്പോൾ അന്നേരം തന്നെ ആ നിമിഷം തന്നെ ആ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ പരിശുദ്ധാത്മാവില്ലെങ്കിൽ രണ്ടാം ചിന്തയിൽ സ്നേഹിക്കാൻ കഴിയുന്നവരാകും. പക്ഷേ ഒന്നാം ചിന്തയിൽ സമരിയാക്കാരൻ അവിടെ ഇറങ്ങിയതുപോലെ സ്നേഹിക്കാൻ കഴിയണം. അപ്പോൾ വചനം കേട്ട് പ്രാർത്ഥനാ ജീവിതത്തിലെത്തുമ്പോൾ സ്നേഹിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇത് ഇങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പറയും. പക്ഷേ പറ്റും. അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, പുണ്യപൂർണ്ണത ആനന്ദാനുഭൂതിയിലല്ല സ്നേഹത്തിൻ്റെ നിറവിലാണ്. നമുക്കതുകൊണ്ട് പാപസ്വഭാവം മാറ്റി നമ്മുടെ ആത്മാവിൽ സ്നേഹസ്വഭാവം നിറയ്ക്കണം. കാരണം സ്നേഹം കൃപാവരങ്ങളുടെ പരകൂടിയാണ്, സുഹൃതങ്ങളുടെ റാണിയാണ്. റാണിയീച്ചയാണ് സ്നേഹം. ആ റാണിയീച്ച നമ്മുടെ ആത്മാവിലേക്ക് വന്നാൽ ബാക്കി എല്ലാ കൊച്ചു കൊച്ചു സുഹൃതങ്ങളും ശാന്തത, വിനയം, ശുദ്ധത, ദയ ഇതെല്ലാം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞത്, സ്നേഹമാണ് എൻ്റെ ദൈവവിളി. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. എന്തുമാത്രം ബുദ്ധിമുട്ടുകളുണ്ടായി, പക്ഷെ അപ്പോഴൊക്കെയും ആ സ്നേഹം ഉള്ളിൽ നിറയുകയായിരുന്നു. സ്നേഹമൊഴികെ മറ്റൊന്നും സ്വർഗത്തിൽ വിലപ്പോവുകയില്ല എന്നും കുരിശിൻ്റെ യോഹന്നാൻ പറയുന്നതും നമുക്ക് ഇതോട് ചേർത്ത് ധ്യാനിക്കാനായിട്ട് കഴിയണം. കൊച്ചു ത്രേസ്യ പുണ്യവതി നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരു പ്രായം ചെന്ന സിസ്റ്റർ ഉണ്ടായിരുന്നു. പീറ്റർ എന്നാണ് സിസ്റ്ററിൻ്റെ പേര്. ഈ സിസ്റ്ററിനെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് പോകുമ്പോൾ പതുക്കെ പോയാൽ എന്താ സ്പീഡില്ലേ എന്ന് ചോദിക്കും. വേഗതയിൽ പോയാൽ എന്താണ് കുതിരയുടെ സ്പീഡിലാണല്ലോ പോകുന്നത് എന്ന് പറയും. പക്ഷേ എന്ത് പറഞ്ഞാലും ഈ പീറ്റർ എന്ന് പറഞ്ഞ പ്രായം ചെന്ന അമ്മ പറയുന്നത് മുഴുവൻ കൊച്ചു ത്രേസ്യ കേട്ടിരുന്നു. ഒരിക്കൽ ചാപ്പലിലിരുന്നു കൊണ്ട് ജപമാല ചൊല്ലുകയാണ്. അപ്പോൾ താഴെ ഇരുന്നു കൊണ്ട് ഈ പ്രായം ചെന്ന അമ്മ ഉൾപ്പെടെ കുറച്ച് പേര് ഈ സിഡാർ എന്ന് പറയുന്ന റോസറി ജപമാല കൊണ്ട് ശബ്ദമുണ്ടാക്കി. കൊച്ചു ത്രേസ്യ അത് കാൽവരിയിലെ കുരിശിൻ്റെ ശബ്ദം പോലെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഓർക്കുക, ഈ പ്രായം ചെന്ന അമ്മ മരിച്ചപ്പോൾ കൊച്ചു ത്രേസ്യയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഷീ ഈസ് എ ഫീമെയിൽ ക്രൈസ്റ്റ്. അവൾ ക്രിസ്തു സ്ത്രീയായിട്ട് അവതരിച്ചിരുന്നെങ്കിൽ അത് കൊച്ചു ത്രേസ്യ ആകുമായിരുന്നു. ഫീമെയിൽ ക്രൈസ്റ്റ്. സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന് അസിസിയിലെ ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞത് ഫീമെയിൽ ക്രൈസ്റ്റ്. അത്രമാത്രം ഉള്ളിൻ്റെ ഉള്ളിൽ കൃപയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും അതുകൊണ്ട് ഈ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. 1 യോഹന്നാൻ 4:16 ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവർ ദൈവത്തിലും ദൈവം അവനിലും വസിക്കും.
കർത്താവേ, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ കേൾക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധയമ്മയുടെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.